ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മലയാളം അനിമി സ്റ്റോറീസ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഹെൽസ് പാരഡൈസ് സീസൺ 2 ഫസ്റ്റ് എപ്പിസോഡാണ്. ഈ അനിമി സീരീസ് എന്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് അനിമിയാണ്. ഞാൻ ഒരു ദിവസം കൊണ്ടാണ് സീസൺ 1 ഫുള്ള് 13 എപ്പിസോഡ്സും കണ്ടു തീർത്തത്. നല്ലൊരു ആനിമയാണിത്. സ്റ്റോറി ബാക്ക്ഗ്രൗണ്ടും എല്ലാം കൊണ്ട് സൂപ്പർ ആയിട്ടുള്ള ഒരു ആനിമയാണ്. ഈ ആനിമി എന്തായാലും മസ്റ്റ് വാച്ചാണ്. സീസൺ 1 എന്താ സംഭവിച്ചിട്ടുണ്ടായെന്ന് വെച്ചാൽ, ഹീറോയും കുറച്ചു പേരും കൂടെ എലിക്സർ ഓഫ് ലൈഫ് എന്ന് പറഞ്ഞൊരു സാധനം എടുക്കാൻ വേണ്ടിട്ട് ഒരു ഐലൻഡിലേക്ക് പോവാണ്. ആ ഐലൻഡിലേക്ക് എത്തിയതിനു ശേഷം എന്താണോ നടക്കുന്നത് അതാണ് ഇതിന്റെ ചുരുക്ക കഥ. അപ്പൊ നമുക്ക് എപ്പിസോഡിലോട്ട് പോവാം. എപ്പിസോഡിന്റെ തുടക്കത്തില് ജിക്ക എന്ന് പറഞ്ഞ ഒരു അസൈമോൻ, അവൻ മാത്രമായിരിക്കും ഷിൻസെൻക്യോ എന്ന് പറഞ്ഞ ഐലൻഡിൽ പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ടാവുക. അപ്പൊ അവിടെ നടന്ന കാര്യങ്ങളെ പറ്റി ചോദിക്കുവാണ്. അപ്പൊ ജിക്ക, ആ ശരി, അവിടെ എന്താ സംഭവിച്ചെന്ന് വെച്ചാ ഞാൻ കുറച്ച് റിലാക്സ് ആയിട്ടൊന്ന് ഇരുന്നോട്ടെ. ഇല്ല വേണ്ട, ഞാനത് എവിടെന്നാ പറഞ്ഞു തുടങ്ങുക. ഇമ്മോർട്ടാലിറ്റി ഗ്രാൻഡിൻ, അതായത് എലിക്സർ ഓഫ് ലൈഫ് എടുക്കാൻ വേണ്ടി ഷോഗൻ ഞങ്ങളോട് ഓർഡർ ഇട്ടിരുന്നു. അങ്ങനെ മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ക്രിമിനൽസും യമഡ അസൈൻമെന്റ് ക്ലാനും ചേർന്ന് ഷിൻസെൻക്യോയിലേക്ക് 2 ദിവസത്തിന് മുമ്പേ പോയി. അപ്പൊ എന്റെ റെസ്പോൺസിബിലിറ്റിയിൽ ഉണ്ടായിരുന്ന ക്രിമിനലിനെ ബോട്ടിൽ വെച്ച് തന്നെ ചോബെ കൊന്നു കളഞ്ഞു. അങ്ങനെ എന്റെ മിഷൻ ഫുൾഫില്ല് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ ആ കടൽക്കരയിൽ ഇരുന്നു. എന്ത്, അപ്പൊ നീ ഐലാൻഡിൽ ലാൻഡ് ചെയ്തില്ലേ? ആ അതേന്ന് പറയുവാണ്. നിന്റെ ഒപ്പം പോയ 60 പേരെ കാണാതായിട്ടുണ്ട്. അവർക്ക് എന്താണ് സംഭവിച്ചത്? ആ സമയം ഞാൻ മിഷനിൽ തന്നെ തുടരണോ അതോ മരിച്ചുപോയ ക്രിമിനൽസിന്റെ ഫാമിലിയിൽ ഈ കാര്യം അറിയിക്കണോന്ന് കരുതിയിട്ട് ഞാൻ ഇങ്ങോട്ട് തന്നെ പോന്നു. അങ്ങനെ ജിക്ക ആ കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേനും അവന്റെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന ആള് ദേഷ്യപ്പെടുവാണ്. നീ കാര്യം എന്താന്ന് ശരിക്കു പറ. അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ആ ഐലാൻഡ് നമ്മുടെ ഭൂമിനെ പോലെയല്ല. വെറും പൊട്ടന്മാരും കുട്ടികളും മാത്രമേ തേനീച്ചക്കൂട്ടിൽ കൈയിട്ട് നോക്കുകയുള്ളൂ. അപ്പൊ അവിടെ ഇരിക്കുന്ന ആൾക്ക് ദേഷ്യം വരുവാണ്. നീ എന്താ ഈ പറയുന്നേ? ഷോഗനെ നീ പൊട്ടനെന്നാണോ പറയുന്നേ? പെട്ടെന്ന് അവിടെ വേറൊരു അസൈൻമെന്റ് വന്ന് എന്നോട് ക്ഷമിക്കൂ, ഇവന്റെ ഈ ഇൽ മാനേഴ്സ് കാരണം ഞങ്ങൾ എല്ലാവരും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, ഞങ്ങളോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് ആ സാമുറായി അവന്റെ അടുത്ത് ക്ഷമ ചോദിക്കുവാണ്. ഒരു ചെറിയ മാപ്പപേക്ഷ നടത്തിയാൽ മതി എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് അയാൾ ചോദിക്കുമ്പോഴത്തേനും അടുത്തിരിക്കുന്ന മനുഷ്യൻ, നോക്ക് അവൻ അവിടുന്ന് വന്നതാണ്. പെട്ടെന്ന് അയാള്, ആ ശരി, നിങ്ങൾ ഇത്രയും യാത്ര കഴിഞ്ഞ് വന്നതുകൊണ്ട് എക്സോസ്റ്റഡ് ആയിട്ടായിരിക്കും നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടാവുക. ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ ഷോഗൻ തന്നിട്ടുള്ള ഒരു ലെറ്റർ വായിച്ചു തരാം. യമഡാസിലുള്ളവര് എന്തായാലും ഷിൻഷെൻക്യോയിലേക്ക് തിരിച്ചു പോകണം. അതിനു വേണ്ടിയിട്ട് ഇനിയും സ്യൂട്ടബിൾ ആയിട്ടുള്ള മെമ്പേഴ്സിനെ ഈ ജോബിന് വേണ്ടി സെലക്ട് ചെയ്യണം. അവിടെ വന്ന് സോറി പറഞ്ഞ ആളുടെ പേര് യമഡ അസൈമോൻ ഷോഗൻ ആയിരിക്കും. അങ്ങനെ ആ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ജിക്ക പറഞ്ഞോണ്ട് വരുവാണ്. അവസാനം സാമുറായിസ് ഒക്കെ അവർക്ക് വെറും കരുക്കളാണ്. അപ്പൊ ഷോഗ കുറച്ച് ദേഷ്യത്തില്, ജിക്ക നീ നേരത്തെ ഷിഗോണുകളെക്കാൾ മുന്നിലായിരുന്നു. നീ അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് കാര്യങ്ങളൊക്കെ ശരിയാകുമെന്ന് ഞാൻ കരുതി. അവരത് ചെയ്തോ? അവരത് ചെയ്തില്ലേ എന്ന് ജിക്ക പറയാണ്. നിന്റെ പെരുമാറ്റം എന്നെ കൊണ്ടുപോലും അവഗണിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ ശരിയായ സാമുറായി മര്യാദകൾ പാലിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാ ശരി, എന്നോട് ക്ഷമിക്കൂ എന്ന് ജിക്ക പറഞ്ഞ് മുന്നിലോട്ട് നീങ്ങുവാണ്. ഞാൻ ഇലൻഡോണോസിന്റെ പ്ലേസ് ആണ് ഇപ്പൊ ആക്ട് ചെയ്യാൻ പോകുന്നത്. അവനില്ലാത്തത് കൊണ്ട് കാര്യങ്ങൾ താറുമാറാകാൻ ഞാൻ അനുവദിക്കില്ല എന്ന് ഷോഗൻ പറയുവാണ്. എനിക്കിത് വളരെ ഇംപ്രസ് ആയിട്ടാണ് തോന്നുന്നത്. ഇവരുടെ കയ്യിൽ ഇന്നും യൂസ്ഫുൾ ആയിട്ടുള്ള മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ക്രിമിനൽസ് ഉണ്ടോ? അടുത്തതായി അവർ ഇവാക്കുറെ ഷിനോബീസിനെയാണ് അയക്കാൻ പോകുന്നത്. ആ ഐലാൻഡിലേക്ക് അയക്കാൻ വേണ്ടി പുതിയ മെമ്പേഴ്സിനെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഇവാഗുരെ അവിടെ ഉണ്ടായിരുന്ന ക്രിമിനൽസിനെ എല്ലാവരെയും കൊന്നു. അവിടെ ഉണ്ടായിരുന്ന 4 ഷിനോബീസിനെയും ഷോഗൻ തിരഞ്ഞെടുത്തു. അവിടെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുവാണ്. ഇവാഗാഗുരയുടെ ചീഫ് എന്ന നിലയിൽ ഞാൻ ഷോഗനെ സഹായിക്കും. പിന്നെ ആ ഐലൻഡിൽ ഞാൻ എന്തോ ഒന്ന് മറന്നു വെച്ചിട്ടുണ്ട്. ക്രിമിനൽസിനെ വിശ്വസിക്കുന്നത് ആദ്യം തന്നെ അബദ്ധമായിരുന്നു. ജിക്ക, നീ ഞങ്ങളുടെ ഒപ്പാണ് വരാൻ പോകുന്നത്. നമ്മൾ ആ ഐലൻഡിലേക്ക് കുറച്ച് ദിവസത്തിന്റെ ഉള്ളിൽ പോകും. എന്ത്? ഞാനൊന്നും വരുന്നില്ല. എനിക്ക് ആ സ്ഥലത്തിൽ വന്ന് ഒന്നും തന്നെ ചെയ്യാനില്ല എന്ന് ജിക്ക പറഞ്ഞു ഒഴിയുവാണ്. പെട്ടെന്ന് ഷോഗ കരഞ്ഞുകൊണ്ട്, ജിക്ക, എസെൻഡോണോ 2ാം ദിവസം റിപ്പോർട്ട് കൊണ്ടുവരുന്നാണ് പറഞ്ഞത്. ഇന്ന് 3ാം ദിവസമാണ്. ഈസെൻഡോണോ മാത്രമല്ല, ടെൻസ, കിഷോ, സാഗിരി, പിന്നെ മറ്റുള്ളവർക്കും അവരെന്താണ് ചെയ്യുന്നത്? വെറുതെ കാത്തിരിക്കുന്നത് എനിക്ക് അസഹനീയമായി തോന്നുന്നുണ്ട്. അത് ശരിയാണ്, അത് വളരെ വേദനാജനകമാണ് എന്ന് ജിക്ക പറയുവാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉടനടി ഐലൻഡിലേക്ക് പോയി അവിടെയുള്ള മിഷൻ വേഗം കംപ്ലീറ്റ് ചെയ്യണം. ആ സമയം അവിടെ ഒരു ചെറുക്കൻ വന്ന് അവർ രണ്ടുപേരെയും വിളിക്കുവാണ്. ഞാൻ ഇതിന് എന്താ ചെയ്യേണ്ടേ? ഓ, ഈ സാധനോ? ഇതവര് കണ്ടു കഴിഞ്ഞ ആ ഐലൻഡിലെ ഡേഞ്ചറായ സിറ്റുവേഷൻ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഞാൻ കരുതിയത്. പക്ഷേ ഇത് അവരെ കാണിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടിയില്ല. വെറുതെ ഇതിനെ ഇവിടം വരെ നമ്മൾ കൊണ്ടുവന്നു എന്ന് ജിക്ക പറഞ്ഞിട്ട് ആ ചെറുക്കൻ്റെ അടുത്ത് പോയി, നിന്നെ ഞാൻ റെഡ് ലൈറ്റ് സ്ട്രീറ്റിലേക്ക് വിടണോ അതോ നീ എന്റെ ബെഡ്റൂമിലേക്ക് വരുന്നോ? ഏതാണ് നിനക്ക് നന്നായി തോന്നുന്നതെന്ന് അവനോട് ചോദിക്കുവാണ്. എന്നിട്ട് ഷോഗെ അതിനെ തൊടാൻ പോകുമ്പത്തേനും
ആ ചെറുക്കൻ ദൈവമേ അതിനെ തൊടലേ, അതിന്റെ ടെന്റക്കിൾസിന് ഇനിയും ജീവനുണ്ടാവും. ഇല്ല, ഇത് ഓൾറെഡി മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതിന്റെ ഉള്ളിൽ ആ വേവ് ഓഫ് ലൈഫ് ഇല്ല. വാ നമുക്ക് പോകാൻ ചിക്കോ. നിങ്ങളെ വെയിറ്റ് ചെയ്യിപ്പിച്ചതിൽ എന്നോട് ക്ഷമിക്കണം. ഷോഗുനേറ്റിന് ഇപ്പോഴാണ് റിപ്പോർട്ട് കൊടുത്ത് തീർന്നത്. നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ നമ്മൾ 4 പേരും ആ ഐലൻഡിലേക്ക് പോവുകയാണ്. ഇത്തവണ ഞങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നത് ഞങ്ങളുടെ ശക്തി കൊണ്ട് മാത്രമാണ്. ജിക്കയും നമ്മോടൊപ്പം ഉണ്ടാവും. എന്ത്, ഞാൻ നിങ്ങളുടെ കൂടെ വരാമെന്ന് സമ്മതിച്ചിട്ടൊന്നുമില്ലെന്ന് ജിക്ക പറയുവാണ്. നമ്മൾ ഉടൻ തന്നെ ഷിൻസെൻക്യോയിലേക്ക് പോവും. അടുത്ത സീനില് ടെൻഷൻ ഇരിക്കുന്ന സ്ഥലം കാണിക്കുവാണ്. ഈ ടെൻഷനുകളാണ് ഈ ഐലൻഡ് മൊത്തം നോക്കി നടത്തുന്നത്. ഇതുങ്ങളെ പെട്ടെന്നൊന്നും കൊല്ലാൻ പറ്റില്ല. ഇതുങ്ങൾ വളരെ പവർഫുൾ ആണ്. ഇതുങ്ങൾക്ക് ആൺ പെൺ രൂപമാറ്റമൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ടെൻഷൻ അവിടെ ഇരുന്ന് പറയുവാണ്, ടാവോ ജീവൻ തന്നെയാണ്. ടാവോ ഉപയോഗിക്കുന്നത് ജീവൻ കഴിക്കുക എന്നാണ്. അത് വലിയ അളവിൽ ഉപയോഗിച്ചാൽ നമ്മുടെ ശരീരത്തിനെ ആത്മാവിനെ അത് ബാധിക്കും. ആ സമയം അവിടെ ഇരിക്കുന്ന ഒരു മോൺസ്റ്റർ ശരീരവും ആത്മാവും 2 വ്യത്യസ്ത സാധനങ്ങളല്ലേ? ഇല്ല, അത് ടാവോയുടെ ഒരു രൂപം മാത്രമാണ്. പെട്ടെന്ന് അവിടേക്ക് ടാവോഫ എന്ന് പറഞ്ഞൊരു ടെൻഷൻ വന്നിട്ട്, നിങ്ങൾ പിന്നെ കോംപ്ലിക്കേറ്റഡ് ആയ ടോപ്പിക്സിനെ പറ്റി സംസാരിക്കുവാണോ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കില്ല എന്ന് നമ്മൾ വാക്ക് പറഞ്ഞതല്ലേ? പെട്ടെന്ന് ആ മോൺസ്റ്റർ എന്നോട് ക്ഷമിക്കൂ എന്ന് പറഞ്ഞ് തല കുമ്പിടുവാണ്. ഞാനൊരു തമാശ പറഞ്ഞല്ലേ, നീ തലയൊന്നും താഴ്ത്തണ്ട, നീ തല പൊക്കി തന്നെ പിടിച്ചോ എന്ന് പറഞ്ഞ് ടാവോഫ് അവിടെ നിന്ന് പോയി റെയിൻ എന്ന് പറഞ്ഞ ഒരു ടെൻസിന്റെ അടുത്ത്, ഈ പുതിയ ട്രെയിനിങ് ഗ്രൗണ്ട് നന്നായിട്ടുണ്ടല്ലേ? അപ്പൊ റെയിൻ, അതെ, വളരെ ഇംപ്രസീവ് ആയിട്ടുണ്ട്. വെള്ളത്തിന്റെ അടിയിലും മുകളിലും നമുക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് ബ്രീത്തിങ്ങിനെ കുറിച്ച് പഠിക്കാം. പിന്നെ ഈ മ്യൂസിക് ഈ മെഡിറ്റേഷനെ എൻകറേജ് ചെയ്യുന്നുണ്ട്. പിന്നെ ആ റൂം വളരെ നന്നായിട്ടുണ്ട്. അവിടെ നമുക്ക് ബൂജുജുത്സു നന്നായി ഫോക്കസ് ചെയ്യാൻ പറ്റും. ഈ ബൂജുജുത്സു ആണ് ഇവർ ചെയ്യുന്ന സെക്സിന്റെ പേര്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ടാവോ എനർജി കൂടുന്നാണ് അവരുടെ വിശ്വാസം. അതെ അതെ, ടാവോഫ് പറയുവാണ്. എന്ത് വിഡ്ഢിത്തരം. അവിടെ ഇരുന്ന് വേറൊരു ടെൻഷൻ പറയുവാണ്, ഞാൻ ബൂജുജുത്സുവിനെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ ചെയ്യുന്നത് പോലെ എന്നും യാങ്ങിന്റെ ഇടയിൽ തുടരുന്നതാണ് നല്ലത്. ഇല്ല, ഞാനത് വിസമ്മതിക്കുന്നു. ടാവോയുടെ ഗുണങ്ങൾ ജീവനെ ആശ്രയിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. മറ്റുള്ളവരുമായി കൂടിച്ചേരുമ്പോ പുതിയ സ്ട്രെങ്ത് ഉണ്ടാവുന്നു. അങ്ങനെ റൂമിൽ 2 പേര് സെക്സ് ചെയ്തോണ്ടിരിക്കുമായിരിക്കും. അവരത് ചെയ്യുമ്പോ തന്നെ ഒരാൾ പൊട്ടിത്തെറിച്ചങ്ങ് പോവാണ്. അവരെങ്ങനെ പൊട്ടിത്തെറിച്ച് പോയി കഴിഞ്ഞാലും റീജനറേറ്റ് ചെയ്ത് വരുവാണ്. അത് വളരെ നന്നായിരുന്നു ജുവാഫ. അങ്ങനെ ജുവാഫ വെളിയിൽ വരുമ്പത്തേനും ടാവോഫ അവന്റെ അടുത്ത് പോയിട്ട്, നിങ്ങൾ നിങ്ങളുടെ ട്രെയിനിങ്ങിൽ നന്നായി തന്നെ ഫോക്കസ് ചെയ്യുവാണല്ലേ? നിനക്ക് കുറച്ച് ടാൻ വേണോ? ആ വേണമെന്ന് പറയുവാണ്. ഇത് മൂഡ എന്ന് പറഞ്ഞ ആളുണ്ടാക്കിയതാണ്. ഇത് വളരെ ഫ്രഷ് ആണെന്ന് പറഞ്ഞ് ടാവോഫ് ആ ഡ്രിങ്ക് അവന് കൊടുക്കുവാണ്. അയ്യോ, ഞാൻ മറന്നു, ഇതിനകത്ത് ആ തിളങ്ങുന്ന സാധനം ഇടാൻ. സൂജി എന്ന് പറഞ്ഞ ടെൻസിനോട് അതെവിടെയാന്ന് ചോദിക്കുവാണ്. എനിക്കത് അറിയില്ല എന്നാ ടെൻഷൻ മറുപടി പറയുവാണ്. അടുത്ത സീനില് നമ്മളിപ്പോ ടെൻഷൻ കാസിലാണ് ഉള്ളത്. ഒരു സ്ഥലത്ത് തന്നെ നിൽക്കുന്നത് വളരെ ഡേഞ്ചറസ് ആണ്. നമ്മൾ വേഗം ഗേറ്റിന്റെ വെളിയിലോട്ട് പോണം. ആ ശരിന്ന് യുസരിഹ പറയുവാണ്. ഇതിട്ട് നിന്നെ കണ്ടിട്ട് ഏത് ഗ്രൂപ്പിലാണോ ഉള്ളതെന്ന് പോലും മനസ്സിലാവുന്നില്ല. അപ്പൊ യുസരിഹ, അതിനിപ്പോ എന്താ പ്രശ്നം? ഇത് വളരെ ക്യൂട്ടായിട്ടില്ലേ? അപ്പൊ ഷിയോൺ എന്ന് പറഞ്ഞ സാമുറായി ബ്ലഡ് സ്റ്റെയിൻ ആയ വസ്ത്രം ധരിക്കുന്നതിനെ കഴിഞ്ഞും ഇതിടുന്നതാണ് നല്ലത്. അപ്പൊ നറുകായ്, അതെ, മാസ്റ്റർ പറഞ്ഞതാണ് ശരി. എന്തായാലും ഇപ്പൊ നമ്മുടെ ഗോള് ഗബിമാരുവിനെയും മെയിനെയും കണ്ടുപിടിക്കുന്നതാണ്. ഗബിമാരുവിന്റെ ടാർഗറ്റും എലിക്സർ ഓഫ് ലൈഫ് ആണ്. അവനെ ഈ കാസലിൽ വരാൻ വേണ്ടിയിട്ടായിരിക്കും ട്രൈ ചെയ്യുന്നേ. നമുക്ക് അവരെ ഗേറ്റിൽ വെച്ച് കാണുന്നതായിരിക്കും അത്യുത്തമം. അത് കേട്ട് യുസരിക, ഒരു മിനിറ്റ്, നമുക്ക് ശരിക്കും അവരെ കണ്ടുമുട്ടണോ? എലിക്സറിനെ കുറിച്ചും നമ്മുടെ മിഷനെ കുറിച്ചും നമ്മൾ വിഷമിക്കണോ? ഈ ഐലാൻഡ് നിറയെ മോൺസ്റ്റേഴ്സ് മാത്രമല്ല, ആ സൂപ്പർ ഡേഞ്ചറസ് ആയ ടെൻഷൻസ് ഇവിടെ ചുറ്റും പതിയിരിക്കുകയാണ്. ഇനി മിഷന് പ്രാധാന്യമില്ല. ബെസ്റ്റ് ഓപ്ഷൻ എന്താന്ന് പറഞ്ഞാ എത്രയും പെട്ടെന്ന് ഈ ഐലൻഡിൽ നിന്ന് പോവുക. അപ്പൊ സാഗിരി, ഇല്ല, നമ്മൾ എന്തായാലും അവരെ മീറ്റ് ചെയ്യണം. ഞാൻ നിങ്ങളുടെ നല്ലതിനും കൂടെയാണ് പറഞ്ഞത് ഡിയർ സാഗിരി. ഇല്ല, നീ അങ്ങനെയല്ല വിചാരിക്കുന്നത്. ഇവിടെ എലിക്സർ ഇല്ല എന്ന് അറിഞ്ഞപ്പോ തൊട്ട് നീ ഇങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നേ. നീ ഈ ഐലൻഡിൽ നിന്ന് വെറും കൈ വീശി പോവുകയാണോ? നീ ഇങ്ങനെ പെരുമാറുന്നത് നിന്റെ സ്വാർത്ഥ താല്പര്യം കൊണ്ടല്ലേ? നീ അത് ശ്രദ്ധിച്ചിരുന്നോന്ന് യുസരിക ചോദിക്കുവാണ്. പെട്ടെന്ന് സാഗിരി അവളുടെ കയ്യിൽ പിടിച്ചിട്ട്, നോക്ക്, നമുക്ക് ഈ ഐലൻഡിൽ നിന്ന് ഒരുമിച്ച് പോകണം. നീ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മൾ ഇവിടുന്ന് പോയാൽ ഒരുമിച്ച് പോവും. അതിൽ നീയും ഗബിമാരും ഉണ്ടാവും. പക്ഷെ ഗബിമാരും ഇവിടെ വരുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. അപ്പൊ യുസരിക, അവനിവിടെ നേരത്തെ തന്നെ വന്നിട്ടുണ്ടായിരിക്കണം. കാരണം ഇവിടെ ഒരു ഏരിയ മുഴുവൻ കത്തി നശിച്ചു പോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് അവനെ കൊണ്ട് മാത്രമേ ഇത് ചെയ്യാൻ സാധിക്കൂ എന്നാണ്. എന്തായാലും ഗേറ്റിന്റെ വെളിയിൽ വെച്ച് കാണുന്നതായിരിക്കും നല്ലത്. അപ്പൊ സാഗിരി അവരോട് താങ്ക്സ് പറയുവാണ്. നീ ഒരു ഡിസിഷൻ എടുത്ത അതിനുവേണ്ടി നീ ശാഠ്യം പിടിക്കണം. ഇനി നമ്മൾ അവരെ കണ്ടുമുട്ടിയാൽ നീ ഗബിമാരുവിന്റെ വൈഫിനെ കുറിച്ച് എന്താ ചെയ്യാൻ പോകുന്നത്? അടുത്ത സീനില് ഗബിമാരുവിനെയും ടീമിനെയും കാണിക്കുവാണ്.
അപ്പൊ ടാമിയ ചോദിക്കുവാണ്, ഈ സ്ലോപ്പ് കയറിയ നമ്മൾ ടെൻസന്റെ കാസിലേക്ക് എത്തുമോ? എനിക്ക് അങ്ങനെ തോന്നുന്നു പോലുമില്ല. അപ്പൊ മെയ്, ഞാൻ നുണ പറഞ്ഞതല്ല. മെയ്യും ആ ടെൻസന്റെ ഗ്രൂപ്പിൽ ചേർന്നതായിരിക്കും. പക്ഷെ മെയ് നല്ലവളായിരിക്കും. ആ സമയം ഗബിമാരും ഇങ്ങനെ ആലോചിച്ചോണ്ട് പോവാണ്, ഞാൻ എന്താണ് ഇപ്പൊ ചെയ്യാ? എനിക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ല. ഇവര് പറയുന്ന കേട്ടിട്ട് എന്റെ മിഷൻ ഒരു അബദ്ധമാണ്. ഞാൻ എന്തിനാണ് ഈ മിഷന് വന്നത്? ഇനി എന്തായാലും ഞാൻ ഓർഡേഴ്സ് ഫോളോ ചെയ്യാ. അതോ ഇനി വേറെ എന്തെങ്കിലും റീസൺ ഉണ്ടാവോ? ഒരു ഉപയോഗവുമില്ല. എന്നെ കൊണ്ട് ഒന്നും ഓർക്കാൻ പറ്റുന്നില്ല. ആ സമയം ഫൂച്ചി സാമുറായി, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? നീ ഓക്കെ അല്ലേ? നിന്നെ കണ്ട എന്തോ പ്രശ്നമുള്ളതായി തോന്നുന്നുണ്ട്. ഇല്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഗബിമാര് തിരിയുമ്പത്തേനും അവിടെ ചോബയും ചോബയുടെ സഹോദരനും വന്ന് നിൽക്കുവാണ്. മനുഷ്യരോ? അപ്പൊ ഞങ്ങളെ പോലെ ഒരേ ബോട്ടിൽ സഞ്ചരിക്കുന്നവരാണല്ലേ നിങ്ങളും എന്ന് പറഞ്ഞ് ചോബെ ഗബിമാരുവിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. അത് കണ്ടിട്ട് ആമിയ, ഇവ കൊള്ളാലേ, നമ്മൾ ഒരുമിച്ച് ഫൈറ്റ് ചെയ്യണം എന്ന് ഫൂച്ചി പറയുവാണ്. എന്നിട്ട് ഗബിമാരു ഓടി ചോബയുടെ തലേന്റെ മുകളിൽ കയറി ഇരുന്നിട്ട് അവന്റെ തല തിരികെ ഇടുവാണ്. ഒരുമിച്ച് പോരാടുന്നത് അർത്ഥശൂന്യമാണ് എന്ന് ഗബിമാരു പറയുവാണ്. പെട്ടെന്ന് മെയ് അവിടെ ഇരുന്നിട്ട്, ഗബിമാരു സൂക്ഷിച്ച്, അവന്റെ ടാവോ വലുതാണ്, അവന്റെ ടാവോ ഒത്തിരി വലുതാണ്. എന്നിട്ട് ചോബ അവിടെ നിന്ന് എഴുന്നേറ്റ് ഗബിമാരുവിനെ തൂക്കിയെടുത്ത് തറയിലടിക്കുവാണ്. ഒരുമിച്ച് ഫൈറ്റ് ചെയ്യുന്നത് എനിക്കും ഇഷ്ടമല്ല. ഇവന്റെ കഴുത്ത് ഇപ്പൊ തിരികിയതല്ലേ ഉള്ളൂ, പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു? എന്നിട്ട് ഹമിയ ചോദിക്കുവാണ്. പക്ഷെ അത് ഹീലായി. ആ സമയം ഗബിമാരു മനസ്സിൽ, ഇമ്മോർട്ടൽസ് ആയ മോൺസ്റ്റേഴ്സ് ആണ് ഈ ഐലൻഡ് ഭരിക്കുന്നത്. കഴിഞ്ഞ രാത്രി ഇയാളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തിരുന്നേ. ഇവനെ പിടിച്ച് കെട്ടിയ ഇൻഫർമേഷൻ ഊറ്റിയെടുക്കാം എന്ന് പറഞ്ഞ് ഗബിമാര് അവനെ പിടിച്ച് ചവിട്ടാൻ പോകുമ്പത്തേനും ചോബ നിസ്സാരായിട്ട് അവന്റെ കാലിൽ പിടിച്ച് തറയിലിട്ട് അടിക്കുവാണ്. അടികൊണ്ട് വീണ് കിടക്കുന്ന ഗബിമാര് ചിരിക്കുന്ന കേട്ടിട്ട്, നീ ചിരിക്കുവാണോ? നിനക്ക് നല്ല ആത്മവിശ്വാസമാണല്ലോ. ഞാൻ എപ്പോഴും ചെയ്യുന്നത് പോലെ നിന്നെ ഞാൻ ബ്രേക്ക് ചെയ്യും. എനിക്ക് ഒന്നിനെ കുറിച്ച് ആലോചിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് ഗബിമാര് ഒരു കല്ലെടുത്ത് അവന്റെ നേരെ എറിഞ്ഞിട്ട്, എനിമി സെൻസ് ചെയ്യുന്ന ഭാഗങ്ങളൊക്കെ ഇല്ലാണ്ടാക്കി കഴിഞ്ഞാൽ അവനെ വേഗം കൊല്ലാൻ സാധിക്കും എന്ന് വിചാരിച്ച് ഗബിമാര് അറ്റാക്ക് ചെയ്യുമ്പത്തേനും ചോബ അവനെ ചവിട്ടുവാണ്. എന്നാലും ഗബിമാരു അവന്റെ കാലിനെ കടിച്ചു പറിച്ചിട്ടുണ്ടാവും. ഇങ്ങനെയൊന്നും ഹ്യൂമൻസ് ചെയ്യാറില്ല എന്ന് പറഞ്ഞ് ചോബ പെട്ടെന്ന് തന്നെ റീജനറേറ്റ് ചെയ്യുവാണ്. അങ്ങനെ അവര് പിന്നെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഗബിമാര് ചോബന്റെ കഴുത്ത് കടിച്ചു പറിച്ചെടുക്കുവാണ്. ആ സമയം ടാമിയ അവന്റെ അറ്റാക്ക് വീക്ക് പോയിന്റ് ലക്ഷ്യമാക്കിയാണ്. പക്ഷേ അവന്റെ ഫൈറ്റ് വളരെ ബ്രൂട്ടൽ ആണെന്ന് ഇത് കണ്ടിട്ട് രണ്ട് ബീസ്റ്റുകൾ തമ്മിൽ ഫൈറ്റ് ചെയ്യുന്ന പോലുണ്ട് എന്ന് ഫൂച്ചി പറയുവാണ്. അവർ നീങ്ങുന്നത് നിർത്തുന്നത് വരെ അവരെ തകർക്കുന്നതാണ് ഇവാഗാഗൂരെ രീതി എന്ന് ഗബിമാര് മനസ്സിൽ വിചാരിക്കുവാണ്. എന്നിട്ട് ചോബെ പെട്ടെന്ന് തന്നെ അവന്റെ കഴുത്ത് ഹീൽ ചെയ്യുവാണ്. എന്നിട്ട് ചോബെ ഇതാന്ന് പറഞ്ഞ് കാലെടുത്ത് ഒരൊറ്റ ചവിട്ടി കൂട്ടുമ്പത്തേനും ആ ഒരു സ്ഥലം കുഴി പോലെ ആവുകയാണ്. നിന്നെ സ്ട്രോങ് ആയിട്ട് കണ്ടതുകൊണ്ടാണ് കുറച്ചടി ഞാൻ വാങ്ങിച്ചത്, പക്ഷേ നീ വീക്കാണ് എന്ന് പറഞ്ഞ് ചോബെ അവനെ അടിക്കുവാണ്. ഗബിമാരുവിന് അവന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ടാമി അവന്റെ ഫൈറ്റ് കണ്ടിട്ട് ഗബിമാരുവിന്റെ സ്ട്രെങ്ത്തിൽ എന്തോ ഒന്ന് പറ്റിയിട്ടുണ്ട്. അതെന്താണെന്ന് മെയിന്റെ അടുത്ത് ചോദിക്കുവാണ്. ഗബിമാരുവിന്റെ ടാവോ തെറ്റാണ്, എന്നെ കൊണ്ട് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, എന്തോ കുഴപ്പമുണ്ടെന്ന തോന്നലിൽ നിന്ന് എന്നെ രക്ഷിക്കാനാവുന്നില്ല എന്ന് ഗബിമാര് മനസ്സിൽ വിചാരിക്കുവാണ്. സ്ട്രോങ് ആയിരിക്കുക മാത്രമല്ല, സ്ട്രോങ്ങും വീക്കും രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. സ്ട്രോങ്ങിന്റെ വിത്താണ് വീക്ക്. ഗബിമാരുവിന് സ്ട്രോങ് ആകാനുള്ള വിത്തില്ല. എന്തെങ്കിലും മിസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്ന് മെയ് പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. ആ സ്ട്രേഞ്ച് ആയിട്ടുള്ള നഷ്ടബോധം എന്ന് മനസ്സിൽ ഗബിമാര് വിചാരിച്ച് ചോബേനെ പോയി പിന്നെ അടിച്ചുകൊണ്ടിരിക്കുവാണ്. ചോബേനെ എന്ത് ചെയ്താലും അവൻ റീജനറേറ്റ് ആയിക്കൊണ്ടിരിക്കുവാണ്. ആ സമയം ചോബെ തന്റെ സഹോദരനോട്, ടോമ മതി, ബാക്കിയുള്ളവരെ പോയി കൊല്ല്. അപ്പൊ ടോമ ആ ശരി സഹോദര എന്ന് പറഞ്ഞു പോകുമ്പത്തേനും ഫൂജി അത് കേട്ട് ഞെട്ടുവാണ്. എന്ത് ചേട്ടനോ? അങ്ങനെ ടോബ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുമ്പത്തേനും ആ മനുഷ്യന് ഒരു കൈ മാത്രമേ ഉള്ളൂ. പക്ഷെ അവൻ വളരെ മസിലുള്ളവനാണ്, അതുകൊണ്ട് അവനെ വെട്ടാൻ പറ്റില്ല, അതുകൊണ്ട് കുത്താം എന്ന് ഉദ്ദേശിച്ച് ടാമിയൻ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകുമ്പത്തേനും അവൻ ഒരു കൈ കൊണ്ട് ആ സോഡിനെ പിടിക്കുവാണ്. നീ ആദ്യം എന്തിനാ എന്റെ അടുത്തുനിന്ന് തുടങ്ങിയത്? എനിക്ക് ഒരു കൈ മാത്രമേ ഉള്ളൂ എന്ന് കരുതിയിട്ടാണോ? എന്നെ ഈസി ആയിട്ട് കൊല്ലാമെന്ന് കരുതിയോ? എന്നെ വില കുറച്ച് കാണരുതെന്ന് പറഞ്ഞ് അവനെ തൂക്കിയെടുത്തിട്ട് തറയിലിടിക്കുവാണ്. എനിക്ക് നിന്നെ കൊല്ലാൻ സ്വാഡിന്റെ ആവശ്യമൊന്നുമില്ല. ആ സമയം ഫൂച്ചി, നിക്ക് ബ്ലേഡ് ഡ്രാഗൺ, അവൻ എന്തെങ്കിലും അവന്റേതായ കാരണം ഉണ്ടാകും. അവൻ ഇപ്പോഴും ഒരു യമതയാണ്. പെട്ടെന്ന് ടോമ അവന്റെ സോഡ് എടുത്ത് വെട്ടാൻ വരുമ്പത്തേനും അത് കാലും കൊണ്ട് പിടിച്ചു വെക്കുകയാണ്. ടാമിയ, നീ ഒരു അത്ലറ്റിക് ആണ്, അതേപോലെ നിനക്ക് വേഗത്തിൽ വാള് വീശാൻ സാധിക്കുന്നുണ്ട്, നിനക്കും ടാലന്റുകളുണ്ട്, പക്ഷെ നിനക്ക് ഒരുപാട് എബിലിറ്റീസ് ഇല്ല. എന്നിട്ട് അവനെ പിടിച്ചിട്ട് അടിക്കുവാണ്. നീ എല്ലാ ശരിക്കുള്ള ഫൈറ്റിലും നിന്റെ സഹോദരന്റെ പിന്നിൽ മറങ്ങിയിരിക്കുവായിരുന്നില്ലേ? നിന്റെ ഈ പ്രിറ്റി ആയിട്ടുള്ള ഫേസ് കണ്ടാൽ അറിയാം. നീ നല്ല കുട്ടിയായിരുന്നെങ്കിൽ ഒരുമിച്ച് ഫൈറ്റ് ചെയ്യാന്ന് നീ പറഞ്ഞേനെ. അത് കേട്ടിട്ടാമോ എന്റെ സഹോദരൻ അത് വേണ്ടെങ്കിൽ ഞാൻ അവന്റെ ഓർഡേഴ്സ് ഫോളോ ചെയ്യും.
ആ സമയം ചോസോയുടെയും ടോമോയുടെയും ചെറുപ്പകാലം കാണുവാണ്. വലിയ ഗ്രൂപ്പിലുള്ള ആൾക്കാരെ ഞങ്ങൾക്ക് വെറുപ്പാണ്. ഞങ്ങൾ നയിച്ച എല്ലാ കൊള്ളക്കാരും വെറും കരുക്കളാണ്. ഞങ്ങൾ മാത്രമാണ് വേണ്ടത്. ഞാൻ എന്റെ സഹോദരന്റെ ഒരു ഭാഗമാണ് എന്ന് പറഞ്ഞിട്ട് ടാമോ ആ സ്വാഡ് പിടിച്ചവിടെ നിൽക്കുവാണ്. അവന്റെ ഗ്രിപ്പും സെന്റർ ഓഫ് ഗ്രാവിറ്റി മാറിയിട്ടുണ്ട്. ചെറിയ കാലയളവിൽ അവൻ എത്രത്തോളം ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതൊരു മണ്ടത്തരമായ കാഴ്ചപ്പാടാണ്. പാതി മനുഷ്യ, അതെന്റെ സഹോദരൻ തീരുമാനിക്കും അത് മണ്ടത്തരമാണോ അല്ലയോ എന്ന്. ദോഷി, നീ നിന്റെ ജോലി ചെയ്യെന്ന് പറയുവാണ്. അങ്ങനെ ദോഷി ഓടി വരുമ്പത്തേനും ഫൂച്ചി മെയിന്റെ അടുത്ത് ഒരു 2 അടി മാറി നിൽക്ക്, അത് നിന്റെ സേഫ്റ്റിക്കാണ്. അപ്പുറത്ത് ഗബിമാരും ചോബയും നന്നായിട്ട് തന്നെ ഫൈറ്റ് ചെയ്തോണ്ടിരിക്കുവാണ്. അവൻ ഇത്തിരി ടഫാണ്, പക്ഷേ എന്നാലും എനിക്ക് അവനെ കൊല്ലാൻ കഴിയും. ഒരുപാട് നന്ദിയുണ്ട് ടാവോ. എനിക്ക് നിഞ്ചാസിന്റെ മൂവ്മെന്റ്സ് ഒക്കെ റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്ക് നന്നായി മുറിവുകൾ പറ്റുന്നുണ്ട്, പക്ഷേ എന്നെ കൊണ്ട് റീജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്ന് ചോബെ മനസ്സിൽ കരുതുവാണ്. ആ സമയം ദോഷി പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുവാണ്. നിന്റെ ടാവോ വളരെ പവർഫുൾ ആണ്. നോർമലായിട്ട് അത് നിന്നെ വിഴുങ്ങിക്കളയുമായിരുന്നു, കാരണം അതിനെ നേടാൻ നീ പരിശീലിച്ചിട്ടില്ല എന്ന് ചോസ മനസ്സിൽ കരുതി ഗബിമാരുവിന്റെ മണ്ടക്കിട്ട് അടിക്കുവാണ്. ഗബിമാരുവിന് നല്ല പരിക്ക് പറ്റുന്നുണ്ട്. എന്നെ കൊണ്ട് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ഫോക്കസ് ചെയ്തില്ലെങ്കിൽ എന്നെ കൊണ്ട് ജയിക്കാനാവില്ല എന്ന് മനസ്സിൽ വിചാരിച്ച് ഗബിമാരു അവന്റെ പവർ വെളിയിൽ എടുക്കുവാണ്. അവൻ നിന്ന് കത്തുവാണ് അവിടെ. ആ സമയം ഗബിമാരുവിന്റെ ചീഫ് പറഞ്ഞത് ഓർക്കുവാണ്. ഒരു നിഞ്ച സാധാരണമായി മരിക്കാൻ പാടില്ല. ഇനി അഥവാ നീ മരണത്തിന്റെ വക്കിലാണെന്നുണ്ടെങ്കിൽ നീ മരിക്കുന്നതിന് മുമ്പ് നിന്റെ എനിമിക്ക് കഴിയുന്ന അത്ര ഡാമേജ് നീ ഉണ്ടാക്കണം. അത് കണ്ട് ചോബെ, ഓ ഇതാണോ നിന്റെ അവസാന ആശ്രയം? പക്ഷേ ഇത് നിനക്ക് അത്ര കംഫർട്ടബിൾ ആവില്ല എന്ന് ഗബിമാരു പറയുവാണ്. നീ നിന്നെ തന്നെ സാക്രിഫൈസ് ചെയ്യല്ലേ? എന്നാ ഞാൻ നിന്റെ ആഗ്രഹം നടത്തി തരാം. ഞാൻ നിന്നെ കൊല്ലാം. അങ്ങനെ ഗബിമാരു നിഞ്ചയിലുള്ള പല ട്രിക്കുകൾ ഉപയോഗിക്കുവാണ്. ചോബയ്ക്ക് അതിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അവന് നന്നായി പരിക്ക് പറ്റുന്നുണ്ട്. അവന് റീജനറേറ്റ് ആവാൻ സമയം കിട്ടുന്നില്ല. അങ്ങനെ ഗബിമാരു ചോബന്റെ മേലെ കയറി ഇരിക്കുവാണ്. നീ എന്റെ ഒപ്പം മരിക്കാൻ പോകുവാണോ എന്ന് ചോബ ചോദിക്കുവാണ്. അതെനിക്കൊരു പ്രശ്നമല്ല. ഈ മിഷൻ എന്തിനാണ് ഞാൻ വന്നതെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. ഇനി ഞാൻ മരിച്ചാലും വില്ലേജിന്ന് എനിക്ക് പകരം ആളെ ഇറക്കും. എനിക്ക് നഷ്ടപ്പെടാൻ ഒന്നും തന്നെ ഇല്ല. പക്ഷേ നിനക്കില്ലേ, ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മരിച്ചവരെ തോൽപ്പിക്കാനാകില്ല എന്ന് ഗബിമാരു പറയുവാണ്. അതെ, നീ പറഞ്ഞത് ശരിയാണ്. നന്ദിയുണ്ട്. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഞാനിപ്പോൾ റിലീസ് ചെയ്യാൻ പോവാണ്. എനിക്ക് നഷ്ടപ്പെടാനുണ്ട്. എനിക്ക് എന്ത് നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല. എനിക്ക് അവൻ മാത്രം മതി. എനിക്ക് ആരും വേണ്ട. എനിക്ക് അവൻ മാത്രം മതി എന്ന് പറഞ്ഞ് ചോബെ കാറുവാണ്. അങ്ങനെ ഫൂച്ചി ആ ദോഷീനെ വെട്ടിയിട്ടുണ്ടാവും. എന്നിട്ട് അവര് തിരിഞ്ഞു നോക്കുമ്പോ ചോബെ ടെൻഡക്കിൾസ് ഒക്കെ വെച്ച് ഒരു മോൺസ്റ്ററിനെ പോലെ അവിടെ നിൽക്കുവാണ്. അങ്ങനെ എപ്പിസോഡ് ഇവിടെ തീരുവാണ്. ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പൊ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.